മോർണിംഗിൽ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് സ്കിൻ കെയർ റൂട്ടീൻ എന്നുള്ളത്. കാരണം ഈ 2 വർഷത്തിലായിട്ടാണ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. മുമ്പൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് സ്കിന്നിന് കൊടുത്തിരുന്നില്ല. എന്നാൽ 2 വർഷമായിട്ട് ഒരുപാട് ആളുകളുടെ സജഷൻസും അവരോട് ഒരുപാട് ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന എൻ്റെ സ്കിന്നിന് പറ്റുന്ന ഒരു റൊട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖമൊക്കെ കഴുകി അതിനുശേഷം ടോണർ യൂസ് ചെയ്ത് പിന്നെ ഒരു സിറം യൂസ് ചെയ്യുന്നു. അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് പിന്നെ ഒരു ലിപ്പിന് വേണ്ടിയിട്ടൊരു ലിപ് ബാം. അങ്ങനെ ആ ഒരു ഓർഡറിൽ എന്നും സ്കിൻ കെയർ രാവിലെ മോർണിംഗിൽ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അതെനിക്ക് കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. മോർണിംഗിൽ സ്കിൻ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സ്കിന്നിന് പറ്റുന്ന ഫേസ് വാഷും അതുപോലെ തന്നെ സിറമൊക്കെ കണ്ടെത്തിയിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുഖത്ത് പരീക്ഷിക്കാതെ പറ്റുന്ന കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിന്ന് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് മോർണിംഗിലത്തെ സ്കിൻ റൊട്ടീനൊക്കെ കഴിഞ്ഞ് ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ ദോശയാണ്. അതാണ് ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിക്കാറ്. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വിശക്കാത്തത് കൊണ്ട് ഞാൻ അതാണ് കഴിക്കാറ്. അത് കഴിക്കുന്നതിൻ്റെ ഒപ്പം നാളികേരം ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തികളൊന്നും കൂട്ടാറില്ല. ഞാൻ സാധാരണ സവോളയും ഉപ്പും മുളക് പൊടിയും പുളിയൊക്കെ ചേർത്തിട്ട് വഴറ്റി മിക്സിയിലടിച്ചിട്ടൊരു ചമ്മന്തി പോലെയാണ് ആ ഗോതമ്പ് ദോശ കഴിക്കാനായിട്ട് രാവിലെ ഉണ്ടാക്കാറ്. അതും അതുപോലെ തന്നെ ഒരു എഗ്ഗും കഴിക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ട്. മിസ്സിനെ പറ്റിയുള്ളൊരു അഭിപ്രായം പറഞ്ഞു. മിസ് ഭയങ്കര പാവാണ്. പിന്നെ മിസ്സിനെ പഠിപ്പിക്കും, നല്ല ക്ലാസ്സാണ്, അത്രയൊക്കെ ഉള്ളു. പിന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ മിസ്സിനെ പൊട്ടി പറയാൻ വിചാരിക്കില്ലേ. ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് എൻ്റെ അഭിപ്രായം ചോദിച്ചതാണ്. അങ്ങനെ ലഞ്ച് ഒക്കെ കഴിഞ്ഞു. ഇത് ട്യൂഷൻ ക്ലാസ്സിലോട്ട് ഞാൻ കയറിയപ്പോൾ വൈകുന്നേരം കുട്ടികൾ എനിക്ക് എഴുതി വെച്ചൊരു ലെറ്ററാണ് കേട്ടോ. ഡിന്നർ എന്ന് പറയുന്നത് ഒരു എഗ്ഗും അതുപോലെ തന്നെ പപ്പായ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതാണ് കഴിച്ച് ഞാൻ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.